ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ നടക്കുന്നില്ലേ ഓസിയുടെ പ്രോഡക്റ്റിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു. എന്തിനാണ് ഇങ്ങനെ റിയാക്ഷൻസ് വീഡിയോസ് ഇങ്ങനെ തുടരെ വരുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എന്തുകൊണ്ടാണ് നമ്മളിതിങ്ങനെ കാണുന്നത്? വൈ? അവർ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങി, ആ പേജിനെ കുറിച്ച് റിവ്യൂ വന്നു. ഓക്കെ, ഒരു തവണ ഒരു റിയാക്ഷൻ വീഡിയോ വന്നു, അതിന് റിപ്ലൈയും വന്നു, അതവിടെ കഴിഞ്ഞു. ഇതിവിടെ കഴിയുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ തുടരെ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓസിയുടെ സൈഡിൽ നിന്ന് ഓസിയുടെ അമ്മയുടെ ഒരു വീഡിയോ വരുന്നു, അതിലൊരു സെൻറ്റൻസ് ഇങ്ങനെ പറയുന്നു, അതിൻ്റെ വാല് തൂങ്ങി ഇതാ അപ്പം പുറകെ കുറേ റിയാക്ഷൻസ് വീഡിയോസ് വരുന്നു. അല്ല, ഇവർ ഈ പറയുന്നതിനൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെന്തിനാണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് ഒരു സാധാരണക്കാരായ പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഈ ചോദിക്കുന്നത്. കാരണം ഡെയിലി ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വ്യൂസ് യൂട്യൂബിൽ നിന്ന് നമുക്ക് സജഷൻസ് വരുവാണ്. ഇങ്ങനെ ഓസിയുടെ പ്രോഡക്റ്റ് വാങ്ങി ഞാൻ ഇങ്ങനെ ചെയ്തു, ഓസിയുടെ പ്രോഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ, ഇങ്ങനെ തംബ്നെയിൽസ് ഇട്ടിട്ട് യൂട്യൂബേഴ്സ് എല്ലാം ജോലിയും കൂലി ഇല്ലാത്തവരാണോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കുറേ വീഡിയോസ്. അതും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇത് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ ആരുമല്ല സിന്ധു അമ്മ, അല്ലെങ്കിൽ 4 മക്കൾ, കൃഷ്ണമ്മ സാറ്, എൻ്റെ ആരുമല്ല. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ആ ഫാമിലി എന്നല്ല, അവരൊരു സെലിബ്രിറ്റി ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ആരെയും എന്തും പറയാം എന്നുള്ള അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ തലമുറയിലുള്ളവർ കുറച്ചുകൂടി ബ്രോഡ് മൈൻഡഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അവർ സ്വന്തമായിട്ട് അവരുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ കണ്ടൻറ്റാക്കി ഏൺ ചെയ്ത് അവരെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്ത് ലൈഫിൽ എൻജോയ് ചെയ്ത് നടക്കുമ്പോൾ അതിന് മറ്റുള്ളവർക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മളെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ലടോ. നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം, നമുക്ക് ചിലവാക്കാം, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാം. അത് വേണമെങ്കിൽ എടുത്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനും വ്യൂസ് കിട്ടിയാൽ യൂട്യൂബ് നമുക്കും പൈസ തരും. അങ്ങനെ കൃഷ്ണ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ പൈസ അങ്ങനെ ഒന്നും കൊടുക്കത്തില്ല. പക്ഷേ ഇതിനെ ആ ഫാമിലിയിലൊരു കണ്ടൻറ്റിനെ മറ്റൊരാൾ യൂട്യൂബ് കണ്ടൻറ്റാക്കി എടുത്ത് നല്ലത് പറയോ ചീത്ത പറയോ അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ തുടരെ അറ്റാക്ക് ചെയ്യുന്നതിന് അത് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ വേണ്ടില്ല, എന്തെങ്കിലും പ്രോപ്പർ കാരണം ഉണ്ടെങ്കിൽ വേണ്ടില്ല. ഇത് ആ ഒരു റിവ്യൂ ഇട്ട വീഡിയോ തന്നെ ഫേക്കാണെന്ന് എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്കും മനസ്സിലായിട്ടുള്ളതാണ്. അതവിടെ കഴിഞ്ഞു, അത് വിട്ടേക്കുക. അല്ലാതെ ഈ റിവ്യൂസ് വീഡിയോ വരുന്നവർ ഇത്രയും നാളും എവിടെയായിരുന്നു? എന്തുകൊണ്ട് നേരത്തെ റിവ്യൂ ചെയ്തില്ല? നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടി മോശമാണെന്ന് തോന്നുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നില്ല? ഈ കാറ്റ് നോക്കി എന്തോ പാറ്റുന്നോ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പോഴത്തെ വീഡിയോസ് വരുന്നത്. ഇവരുടെ ഓസി നമ്മളോട് വന്ന് പ്രോഡക്റ്റ് വാങ്ങുമോ എന്ന് പറഞ്ഞ് നമ്മളോട് വന്ന് നേരിട്ട് ആവശ്യപ്പെടുന്നില്ല. അവരവരുടെ പേജിൽ OH by ഓസി അങ്ങനെ എന്തോ ആണെന്ന് തോന്നണം, OH by ഓസിയോ അങ്ങനെ എന്തോ ആണ് പേജിൻ്റെ പേര്. ഞാൻ അവരുടെ കസ്റ്റമർ അല്ല, എൻ്റെ ആരുമല്ല അവർ. ഞാൻ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ആളല്ല, ഞാൻ സാധാരണക്കാരി എന്ന നിലയിൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓസിയുടെ പേജിൽ ഓസി മാലയുടെയും കമ്മലിൻ്റെയും ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നു. അപ്പോൾ നമുക്ക് തോന്നും, ഈ കമ്മൽ കൊള്ളാം, ഈ മാല കൊള്ളാം, ഈ ഓർണമെൻറ്റ് കൊള്ളാം എന്ന് തോന്നിയിട്ട് ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയുന്നവർ ഈ പ്രൈസും അവരുടെ ക്രൈറ്റീരിയയും ഒക്കെ കണ്ടിട്ട് തന്നെയല്ലേ ഓർഡർ ചെയ്യുന്നത്. ഓർഡർ ചെയ്ത് പൈസ കൊടുത്ത് കിട്ടുന്ന പ്രോഡക്റ്റ് നല്ലതല്ലെങ്കിൽ അത് അപ്പം തന്നെ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ അതിനൊരു വാല്യൂ കിട്ടും. ഈ അവസരം നോക്കി ചെയ്യുമ്പോഴാണല്ലോ നെഗറ്റീവ് റിവ്യൂസ് വരുന്നത്, അല്ലേ? അത് ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ പ്രേക്ഷകർ പറയില്ല, ഇത് അവസരം നോക്കി ചെയ്യുന്നതല്ല, ഇവർ ചെയ്യുന്നത് തെറ്റാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബിസിനസ് റൺ ചെയ്ത് പോവുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ഓസി ഒറ്റയ്ക്കായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് വിശ്വസിക്കാനും പറ്റില്ല.
നമുക്കറിയാലോ ഓസി ഒറ്റയ്ക്കായിരിക്കില്ല ചെയ്യുന്നത്. ഓസി ഒരു ടീമായിട്ടായിരിക്കും ചെയ്യുന്നത്. അതിലേതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ നിരുത്തരപരമായിട്ടുള്ള രീതിയിലുള്ള ഈ പെരുമാറ്റം കൊണ്ടായിരിക്കാം ഇതുപോലൊരു കോൺട്രവേഴ്സി ഇപ്പോൾ ഉണ്ടാവാനായിട്ട് ഉള്ള കാരണം. ഇവർ നെഗറ്റീവ് റിവ്യൂസ് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഓസി ഇരുന്ന് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നതല്ല കേട്ടോ. ഇതൊരു ടീമാണ്. അവരുടെ ടീമായിട്ട് അവർ ചെയ്യുന്നതായിരിക്കാം. അത് അവരുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അത് അങ്ങനെ പറഞ്ഞു വിടുക. അതിനെതിരെ ഇവരുടെ ലൈഫിനെ എടുത്തിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ചുമ്മാ മീഡിയയ്ക്ക് മുമ്പിൽ ഇട്ട് കൊടുത്ത് എത്ര നാൾ ഈ ഫാമിലി എന്ത് ചെയ്താലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ അതിനെക്കുറിച്ച് തൊട്ട് ബാക്കി അവരെന്ത് ഡ്രസ്സ് ചെയ്യുന്നു, എന്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നു, അഹങ്കാരം, ജാട, സംതിങ് ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, പബ്ലിക്കായിട്ട് വീഡിയോസ് ഇടുമ്പോൾ ഇതുപോലെ പബ്ലിക് പലതരത്തിലാണ്. ഇതുപോലത്തെ കണ്ടൻറ്റ്സ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് വരാം, അത് സ്വാഭാവികമാണ്. പക്ഷേ എന്തും ആരെയും പറയാം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാൽ എനിക്ക് പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. താൻ എന്തിനു ചെയ്തു എന്നാരും ചോദിക്കില്ല. അതുപോലെ നിങ്ങൾക്കും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അതിനൊരു എത്തിക്സ് ഇല്ലാതെ പോകുന്നു? എന്തും വിളിച്ച് പറയാം എന്നുള്ള രീതിയിലായി പോകുന്നു. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിൽക്കുക എന്നുള്ളൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തും വിളിച്ച് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടൊരു ഫെയിം ഉണ്ടാക്കി വ്യൂസ് കിട്ടി ഒരു ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഇനിയും ഇതിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നൊരു വിഷയമായിട്ടാണ് വരുന്നത്. ആരെയും എന്ത് തോന്നിയവാസവും വിളിച്ച് പറഞ്ഞാലും ഒരു കുഴപ്പവും വരുന്നില്ല. മീഡിയയിൽ എന്തും ചെയ്യാം, ആരെയും എന്തും പറയാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഇതിനൊരു തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇനി വരുന്ന തലമുറയിൽ കൂടെ ബാധിക്കും. ഇങ്ങനെ നമുക്ക് എന്തും തുറന്നടിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യം മാറി വരാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സാധാരണക്കാരായ ഒരു പ്രേക്ഷക എന്ന നിലയിലാണ് ഞാൻ ഈ സംസാരിച്ചത്. അല്ലാതെ എനിക്ക് അവരെക്കുറിച്ചൊന്നും ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ സിന്ധു അമ്മയുടെ ഒരു വീഡിയോയിൽ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് എന്തോ ആണ് ചെയ്തത്. അതിലൊരു സെൻറ്റൻസാണ് പറയുന്നത്. ഇപ്പോൾ ഓസിയുടെ പ്രശ്നം നടക്കുമ്പോൾ ഓസിയോട് ഞാൻ സംസാരിച്ചില്ല, ഓസിയോട് സംസാരിച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ നീ എന്തിനാണ് വിഷമിക്കുന്നത്, ഒരു ജോലിയും കൂലി ഇല്ലാത്തവന്മാരാണ് ഇതുപോലത്തെ മറ്റുള്ളവരുടെ ലൈഫിലെ കണ്ടൻ്റ് എടുത്ത് വീഡിയോ ചെയ്യുന്നത് എന്നേ അവർ പറഞ്ഞുള്ളൂ. അല്ലാതെ യൂട്യൂബേഴ്സ് എല്ലാവരും ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നവരാണ് എന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ ഇതിൻ്റെ പുറകെ വരുന്ന വാലുകൾ, തംബ്നെയിൽസ് ഇവർ പറഞ്ഞ കാര്യത്തിന് വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ കൊണ്ടിട്ടു. ഇവരൊരു സെലിബ്രിറ്റി ഫാമിലി ആണോ, എന്ത് സെലിബ്രിറ്റി ഫാമിലി ആണെന്നൊക്കെയാണ് കമൻറ്റ് സെക്ഷൻ വായിച്ച് നോക്കിയാൽ നമ്മൾ കാണുന്നത്. ഓഫ് കോഴ്സ് അവരൊരു സെലിബ്രിറ്റി ഫാമിലി അല്ലേ. അഹാനയുടെ കാര്യം നോക്കി തന്നെ അഹാന എത്രയോ ഫിലിംസിൽ അഭിനയിച്ചു, നായികയായിട്ട് അഭിനയിച്ചു, ഹിറ്റ് ഫിലിംസ് ഉണ്ടായിട്ടില്ലേ. അതുപോലെ തന്നെ കൃഷ്ണകുമാർ സർ, അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് മുമ്പ് പോലും അദ്ദേഹം സിനിമയിൽ വലിയ സംഭവമായില്ലെങ്കിൽ പോലും സീരിയൽസിൽ നായകനായിരുന്നു. അപ്പോൾ വഴി കൂടെ പോകുന്ന വീഡിയോ എല്ലാം വൈറലാവുന്ന ഈ കാലത്ത്, അവർ ഫേമസ് ആണ്, സെലിബ്രിറ്റി ആവുന്ന കാലത്ത് അവർ ഓഫ് കോഴ്സ് സെലിബ്രിറ്റി അല്ലേ? അതല്ല എന്ന് പറയുന്നത് ശരിയാണോ? സെലിബ്രിറ്റി ഫാമിലിയെ നമുക്ക് എന്തും പറയാം എന്നുള്ള ഒരു അവകാശമുണ്ട് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ട്. പക്ഷെ അത് തെറ്റാണോ? അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാൻ ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.